അപ്പോൾ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഗുരുവിന്റെ വാക്യത്തില് ശ്രദ്ധയും വിശ്വാസവും ഉള്ളവൻ. അത് സാമാന്യ അർത്ഥം പറഞ്ഞാൽ നമ്മൾ വിശ്വാസം എന്ന് പറയും, സാധാരണ വിശ്വാസം എന്ന് പറയും. പക്ഷേ വിശ്വാസവും ശ്രദ്ധയും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടുന്നതാണല്ലോ പറയുന്നത്. ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. നമ്മൾ ശ്രദ്ധ എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം, നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടുമ്പോഴാണ് അതിന് ശ്രദ്ധയെന്ന് പറയുന്നത്. തുടക്കത്തിൽ നമുക്കിപ്പം ആരെങ്കിലും പറഞ്ഞ് വിശ്വസിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ വിശ്വസിച്ച് ഇപ്പം നമ്മൾ ഇന്ന ബസ്സിൽ കയറി ഇന്ന സ്ഥലത്ത് എത്തും എന്ന് നമ്മൾ ഒരാൾ പറയുന്നു. നമ്മൾ ആ ബസ്സിൽ കയറി ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് നേടി. അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നാൽ അത് ഒരു അറിവ് മാത്രമാണ്, വിശ്വാസം മാത്രമാണ്, ഇത് തെളിയിച്ചിട്ടില്ല അത്. അപ്പോൾ അതുപോലെ ശ്രദ്ധാവാൻ ലഭ്യത എന്ന് പറഞ്ഞാൽ ഇപ്പം അധ്യാപകർ പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണെന്ന് വിദ്യാർത്ഥി സ്വയം ബോധ്യപ്പെടണം, സ്വയം മനസ്സിലാക്കണം. കാണാപ്പടം പഠിച്ചാൽ പോരാ, മനസ്സിലായില്ലേ? നമ്മൾ പലപ്പോഴും പരീക്ഷ ചെയ്യുന്ന എന്താ, കാണാപ്പടം പഠിച്ചു വെച്ച് അതിന് ഉത്തരം പറയും.